പാർത്ഥൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ട്രോളുകൾക്ക് വിധേയമായി പെടുകയാണ് സുരേഷ് ഗോപി. അതെ, എന്തിനാണ് ഇത്രമാത്രം അദ്ദേഹത്തിനെതിരെ വല്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് തെറ്റാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ചെയ്തത്? അദ്ദേഹം പറഞ്ഞൊരു വാക്കിനെ ദുർവ്യാഖ്യാനമല്ല ഇവിടെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പൊ പൊതുസമൂഹവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടായിരിക്കുന്നു. അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MP ഉണ്ടായിരിക്കുന്നു. ഇതുവരെ BJPക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ രാജ്യസഭയിലൂടെയല്ലേ MP ഉണ്ടാക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടെ ഒരു MLA യോ MP യോ നിങ്ങൾ വിജയിപ്പിച്ചിട്ടില്ല, നിയമത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി എന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം. തൃശ്ശൂർ എന്ന് പറയുന്നത് താരതമ്യേന BJPക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല. അവിടെയാണ് ഈ പറയുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യൻ ഏരിയയിൽ നിന്ന് വിജയിച്ച് വന്നിരിക്കുന്നു സുരേഷ് ഗോപി. ആ സംഭവം നടന്നത് മുതൽ സുരേഷ് ഗോപിയോടുള്ള ചൊരുക്ക് ഇവർക്ക് ഒരു കാലത്തും മാറിയിട്ടില്ല. സങ്കടം ഉള്ളിൽ തന്നെ ഉണ്ട്, തികട്ടി വരികയാണ്. അതിൻ്റെ ഭാഗമായി പല മാധ്യമ പ്രവർത്തകരും, അതായത് പല മാധ്യമ പ്രവർത്തകർക്കും സുരേഷ് ഗോപിയോടൊന്ന് മേക്കിട്ട് കയറിയാൽ ഒന്ന് പ്രശസ്തനാകാം, ഒന്ന് ഞാൻ എന്തോ ഹീറോ ആയി, എൻ്റെ നിലപാട് പറഞ്ഞു, ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് ഇവന്മാർ പോയി കാണിക്കില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ വിഷയത്തിലേക്ക് വന്നാൽ സുരേഷ് ഗോപി വളരെ കൃത്യമായി ഇന്നലെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇവിടെ ഇപ്പൊ ആ അഭിപ്രായത്തിന് ചൊല്ലി ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപി ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗോത്രീയ സമൂഹത്തിന് വേണ്ടി എന്തുമാത്രം തൻ്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് പൈസ എടുത്ത് ചെലവാക്കിയ ആളാണെന്ന് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കണം, മാധ്യമങ്ങളും മനസ്സിലാക്കണം. അദ്ദേഹത്തിന് അത്തരം രീതിയിലുള്ള വേർതിരിവ് ഒരിക്കലും അദ്ദേഹം ഇത്തരം സമൂഹത്തിനോടോ അല്ലെങ്കിൽ അത്ര സമുദായത്തിൽ ജീവിക്കുന്ന ആളുകളോടോ കാണിച്ചിട്ടില്ല. ഇവിടുത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അത്തരം ആളുകളെയൊക്കെ ഏറ്റവും ഉന്നത രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനീയാണല്ലോ ഈ രാഷ്ട്രപതി എന്ന് പറയുന്നത്. അവിടെ പോലും ഗോത്ര വിഭാഗത്തെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സുള്ള ഒരു സർക്കാരാണ് ഇവിടുത്തെ BJP സർക്കാർ എന്ന് പറയുന്നത്. കോൺഗ്രസിനുണ്ടോ അല്ലെങ്കിൽ CPM-നുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇപ്പം അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം കുത്തിപ്പൊക്കി, അതായത് ദുർവ്യാഖ്യാനം ചെയ്തു. സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യത്തിന്റെ ഉള്ളിലുള്ള അർത്ഥത്തെ മനസ്സിലാക്കാതെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇപ്പം മൊത്തത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനത്തെ ആ രീതിയിൽ തന്നെയല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത്? അല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ എല്ലാം പറയുമ്പോൾ ചാതുർവർണ്ണ്യം ഇങ്ങെടുത്തിരും. ഈ എന്തോ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന രീതിയിലേക്കാണ് ആളുകൾ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ അവതരിപ്പിക്കുന്നത് ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വകുപ്പ് ഏതെങ്കിലും ഈ പറയുന്ന സവർണ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഉന്നതകുല ജാതി എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിലുള്ള ആരെങ്കിലും ഭരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമാകുമായിരുന്നു. തനിക്ക് ആ വകുപ്പ് ഭരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ നിരന്തരം പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിലെ സർക്കാസം മനസ്സിലാത്ത ആളുകളാണ്. കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാലമായിട്ട് ഈ കോൺഗ്രസ് ഒക്കെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ സംസ്ഥാനത്ത് CPM ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പട്ടികജാതി വർഗ വകുപ്പ് എന്ന് പറയുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ തന്നെയാണുള്ളത്. എന്നിട്ടും കാലങ്ങളായിട്ടും പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെന്ന് മേനി നടിക്കുന്ന ആളുകൾ ഇരുന്ന് ഭരിച്ചിട്ട് ഇവരുടെ സ്ഥാനം എവിടെയാണ്? ഈ പറയുന്ന പട്ടികവർഗ വിഭാഗങ്ങളുടെ താഴ്ന്ന ജാതി എന്ന് അവകാശപ്പെടുന്ന പറയപ്പെടുന്ന ഭരണഘടനയിലടക്കം താഴ്ന്ന ജാതിയാണ്, അവർക്ക് ഈ പറയുന്ന പോലെ സംവരണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം CPM ഒക്കെ തുള്ളുന്നത് കാണാം. അവർ ഭരിച്ചിട്ട് അവർ ഒരു തരത്തിലും, അതെ, വ്യാജസ്നേഹമാണ് യഥാർത്ഥത്തിൽ, ഒരു തരത്തിലും അവർക്ക് മുൻപന്തിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇവിടെ ഗൗതം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഒരു വനവാസി സമുദായത്തിൽപ്പെട്ട ഗോത്ര സമുദായത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ രാഷ്ട്രപതിയാക്കി കാണിച്ചതാണ് RSS എന്ന് പറയുന്നത്. ഇന്നലെ ചില ആളുകൾ പറയുന്നത് കേട്ടു, RSSന്റെ സവർണബോധമാണ് ഇത് പറയിപ്പിച്ചത്. ഏത് മനസ്സിലാക്കണം, ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് എടുത്ത് ഉയർത്തി രാഷ്ട്രപതിയാക്കി കൊണ്ടുവന്നൊരു പ്രസ്ഥാനത്തിന് നേരെ ചൂണ്ടിക്കൊണ്ടാണ് ഇവന്മാർ ഇത് പറയുന്നതെന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അല്ലെ, ഇവിടെ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി മദാമ രാഷ്ട്രപതിയെ ദ്രൗപദി മുർമുവിനെ ആക്ഷേപിച്ചപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. ഇവിടുത്തെ ഇടതുപക്ഷത്തിനെ കണ്ടില്ല, കോൺഗ്രസ്സുകാരെ കണ്ടില്ല. ഇപ്പം സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിൽ വീരവാദം മുഴക്കുന്നുണ്ടല്ലോ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ എവിടെ പോയി? അതെ, ദളിത് ആക്ടിവിസ്റ്റുകളെ നമ്മൾ കണ്ടില്ല, CPMകാരെ നമ്മൾ കണ്ടില്ല. കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് ഇന്ത്യ മുന്നണിയുടെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അവിടെ ഈ പറയുന്ന ജാതി സ്നേഹമൊന്നും ഇവന്മാർക്കില്ല. ഈ പറയുന്ന വയനാട്ടിൽ ഒരുപാട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വീട് തല്ലി തകർത്തപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടില്ല.
ഒരു ആദിവാസി യുവാവിനെ വലിച്ചിഴച്ചു റോഡിൽ കൂടെ കണ്ടില്ല. ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ അന്നത്തിൽ കൈയിട്ട് വാരി മോഷ്ടിച്ചു കൊണ്ടുപോയി അരി ആ സമയത്ത് കണ്ടില്ല. ഇവിടെ സുരേഷ് ഗോപി എന്ത് പറയുന്നു നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞേ, സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഇതാണ്, അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഭരിച്ചിട്ട് നടക്കാത്തത് ഒരു പക്ഷേ ഈ പറയുന്ന ഉന്നത കുലജാതർ സവർണർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഭരിച്ചിട്ടുണ്ടായിരുന്നു, ഇവർ ഇതിനേക്കാൾ മുമ്പ് രക്ഷപ്പെട്ടേനെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ് പറഞ്ഞത്. ഇപ്പോഴും ഇവരുടെ സ്ഥിതി ഇവിടെ തന്നെയാണ്. നിങ്ങൾ ഭരിച്ചിട്ടും നിങ്ങളിൽ നിന്നുള്ള, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒ ആർ കേളു എന്ന് പറയുന്നത് CPM-നകത്ത് MLA ആണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന എന്താണ് പട്ടികവർഗ പട്ടികജാതി വകുപ്പ് മന്ത്രി. മുമ്പ് K രാധാകൃഷ്ണനായിരുന്നു, അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ കേളു ഈ പറയുന്ന എന്താണ് പട്ടികജാതി വിഭാഗത്തിൻ്റെ വകുപ്പ് മന്ത്രി ആയിരിക്കെയാണ് വയനാട്ടിൽ നിരന്തരമായി ആദിവാസികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്, അവരുടെ വീടുകൾ തല്ലി തകർക്കുന്നത്, അവർക്ക് യാതൊരു വിധത്തിലുള്ള അവരുടെ പ്രയാസങ്ങൾ അവർ പറയുന്നത് കേൾക്കണം. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗങ്ങൾ കുട്ടികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ശവം കിലോമീറ്ററുകളുടെ വനത്തിലൂടെ ചുമന്നു കൊണ്ടുപോയിരുന്നു ഈ പറയുന്ന മന്ത്രി ഭരിക്കുന്ന സമയത്ത്. ഇതിനെയൊക്കെ ചൂണ്ടിയാണ് സുരേഷ് ഗോപി പറഞ്ഞത്, നിങ്ങളുടെ ആളുകൾ ഭരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പക്ഷേ ഉന്നത കുലജാതർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഭരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചമാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ചാതുർവർണ്ണ്യം അയാഷ്ടം എന്നൊക്കെ പറയുന്ന പോലൊരു ശ്ലോകമുണ്ട് ഈ പറയുന്ന സംസ്കൃതത്തിൽ. അതിനെയൊക്കെ എടുത്തു കാട്ടി ഇതെല്ലാം RSSന്റെ സവർണ കുൽസിത താല്പര്യങ്ങളുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പൊളിറ്റിക്സ് ഒന്നും രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിന് പൊതിഞ്ഞ് സംസാരമൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കനും തുറന്ന് സംസാരിക്കുന്ന ഒരാളുമാണ് 100%. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം പറയും. അതിലെ അപകടങ്ങളൊന്നും അദ്ദേഹം മനസ്സിലാക്കില്ല. കാര്യം ഇതിങ്ങനെ എടുത്ത് ഉപയോഗിക്കുമെന്ന് ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ, BJPയിലെ മറ്റൊരു നേതാവാണെങ്കിൽ ഇങ്ങനെ പറയില്ല. കാരണം ആലോചിക്കും, ഇങ്ങനെ ഒരു കാര്യം വരുമെന്നുള്ളത് ആലോചിക്കും. പക്ഷേ സുരേഷ് ഗോപിക്ക് അത്തരത്തിലൊരു താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് എന്ത് ജാതി, അദ്ദേഹം സഹായിക്കുന്ന ആളുകളെടുത്ത് പരിശോധിച്ച് നോക്കൂ. മുസ്ലിങ്ങളില്ലേ, ക്രിസ്ത്യാനികളില്ലേ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളില്ലേ, അദ്ദേഹം ആതിരപ്പള്ളി നടപ്പിലാക്കുന്ന പദ്ധതി എടുത്ത് മനസ്സിലാക്കൂ. അദ്ദേഹം വയനാട്ടിലെ ആദിവാസികൾക്ക്, അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ചെയ്ത കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഇവിടെയൊന്നും അദ്ദേഹം ജാതി നോക്കിയില്ലല്ലോ, മതം നോക്കിയില്ലല്ലോ. അദ്ദേഹം ഒരു കൃത്യമായ ഒരു കാര്യം എടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ നിലപാട്. ഇനി ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, ഇവർ മുമ്പൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ശബരിമലയിലെ ബ്രാഹ്മണ വിവാദം. ശബരിമലയിൽ ഞാനൊരു ബ്രാഹ്മണനായി ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് അയ്യപ്പനെ പൂജിക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ അതല്ലേ അവസ്ഥ. ശബരിമലയിൽ ഈ ബ്രാഹ്മണനായി ജനിച്ചാൽ മാത്രമാണ് ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. എനിക്കോ ഗൗതമനോ കയറി അയ്യപ്പനെ പൂജിക്കാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. അവിടെ ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കണമെങ്കിൽ ബ്രാഹ്മണനായി ജനിച്ചേ പറ്റുള്ളൂ. എനിക്ക് അയ്യപ്പനെ പൂജിക്കണം, ഞാൻ ബ്രാഹ്മണനാവണം, വേറെ എന്താ രക്ഷയുള്ളത്? നിങ്ങളല്ലേ ഭരിക്കുന്നത്, CPM അല്ലേ ഭരിക്കുന്നത്. ഇവിടെയുള്ള ഈ പറയുന്ന ദേവസ്വം ബോർഡെല്ലാം കൂടി നാളെ ഒരു ഇതങ്ങറക്ക് ഇനി മുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തന്ത്രം പഠിച്ച ആളുകൾക്ക് ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കാം എന്നൊരു ഇത് കൊണ്ടുവന്നാൽ പോരെന്ന്. എന്തിനാ നിങ്ങൾ ഈ അഭിനയം കാഴ്ചവെക്കുന്നത്? സുരേഷ് ഗോപിയെ പറയുക, സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയാൽ അതിനെ വളച്ചൊടിക്കുക, അതിനെ കുറ്റപ്പെടുത്തുക, എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിക്കുക. ഇതാണ് ഇവിടുത്തെ CPM-ന്റെയും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളുടെയും അതുപോലെ ഇവിടെയുള്ള പല സാംസ്കാരിക നായകർ പ്രത്യേകിച്ചും ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു താല്പര്യം. KR മീരയ്ക്കെതിരെ അക്ഷരം ഇവിടുത്തെ ആളുകൾ മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കഷായം ഗ്രീഷ്മയ്ക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധിക്കെതിരെ പറഞ്ഞ സമയത്ത് പോലും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല പലപ്പോഴും. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ എന്ത് കിട്ടുന്നു എന്ന് നോക്കി നടക്കുന്ന ആളുകളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, പോയി പണി നോക്ക്. സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാകും. സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് എന്ന് സുരേഷ് ഗോപിക്കും വ്യക്തമാണ്, നമ്മൾക്കും വ്യക്തമാണ്. സുരേഷ് ഗോപി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ മാന്യത കാണിച്ചില്ലേ ഗൗതമേ? അദ്ദേഹം പറഞ്ഞില്ലേ, എന്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഓക്കെ, ഇനി നിങ്ങൾക്കത് വേദനിപ്പിക്കുന്നു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാനത് പിൻവലിക്കുന്നു എന്ന് വരെ സുരേഷ് ഗോപി പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതിലെ കാര്യം മനസ്സിലാക്കാതെയാണ് അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലൊരു ജാതി വിഭാഗത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്നും അല്ല സുരേഷ് ഗോപി സംസാരിച്ചത് എന്നുള്ള കാര്യം വളരെ കൃത്യവുമാണ്. ഉള്ളിലെ അർത്ഥങ്ങൾ തിരഞ്ഞു പോവാതെ ഗോവിന്ദൻ മാഷ് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി പറയുന്ന സമയത്ത് അതിന് രൂഢമൂലമായ അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഈ പറയുന്നൊരു കാര്യം പറയില്ല, നമ്മൾ അതായത് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും പറഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവായിട്ടാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. വളരെ വിശാലമായ അർത്ഥതലങ്ങളുണ്ട് അതിന് എന്ന് പറയുന്നവർ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം ആ രീതിയിലേക്ക് പോകുന്നില്ല. അല്ലെ, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയം എന്തെങ്കിലും പറയണ്ടോ? ഇതില് സുരേഷ് ഗോപി പറഞ്ഞതിനെ നമുക്ക് ശരിക്കും യഥാർത്ഥ അർത്ഥത്തിലാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. ഇവിടെ പരിശോധിച്ചിരിക്കുന്നത് യഥാർത്ഥ അർത്ഥത്തിലല്ല. അതായത് കഴിവുള്ള ആളുകൾ, മികവുള്ള ആളുകൾ
ഒരു ഭരണത്തെ കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റ് പാളിച്ചകളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിവുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ ഗോത്രവിഭാഗത്തിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാകും എന്നാണ് യഥാർത്ഥത്തിൽ ഉള്ളിൽ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത്. അവിടെ ചിലപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥമാണ് പരിശോധിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള സുരേഷ് ഗോപിയുടെ പ്രവൃത്തി കൊണ്ടോ ജീവിതത്തിലെ കർമ്മങ്ങൾ കൊണ്ടോ അദ്ദേഹം ഒരു സമുദായത്തെയും മാറ്റി നിർത്തുകയോ ഏതെങ്കിലും ഒരു ചാതുർവർണ്ണീയ സ്വഭാവമോ കാണിക്കാത്ത ഒരാളാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ പറഞ്ഞ വാക്കിനെയും അന്വേഷിക്കുകയും പരിശോധിക്കുകയും വേണ്ടത്. അതിൽ അനാവശ്യമായിട്ടുള്ള ഒരു ദുർവ്യാഖ്യാനങ്ങളും ഈ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ഒരു പരിശ്രമങ്ങളും ഇടതുപക്ഷം ദയവ് ചെയ്ത് ചെയ്യാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എല്ലാ പക്ഷങ്ങളും കോൺഗ്രസ് ഇടതുപക്ഷം എല്ലാവരും ചെയ്യരുതാത്ത കാര്യമാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിലെ പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ സ്വന്തം മകളുടെ കല്യാണാലോചന വരുമ്പോൾ ജാതി തെരഞ്ഞു പോകുന്ന ആളുകളാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ മറ്റൊരു ജാതിയിൽപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായർ മാട്രിമോണി, ദിയാവ മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി തുടങ്ങിയ എല്ലാ മാട്രിമോണിയും ഉണ്ട് ഇവിടെ. എന്നിട്ട് ഒരു താഴ്ന്ന ജാതിക്കാരനെ പ്രണയിച്ചു എന്ന് കരുതിയിട്ട് അടിച്ചു കൊല്ലുന്ന കാലം. അതിന് നമ്മുടെ കേരളത്തിൽ അടിച്ചു കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്രയധികം കല്യാണങ്ങളാണ് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ വേർതിരിവ് ഇന്നും നിലനിൽക്കുന്ന, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നും ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരൊക്കെ കുരു പൊട്ടിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. സുരേഷ് ഗോപിക്ക് എല്ലാവിധ പിന്തുണയും. തീർച്ചയായും.